വെൽക്കം ടു പ്രപ്സ്കേപ്പ്. നമ്മുടെ ആപ്പിലൂടെ ധാരാളം ജീവനക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആപ്പിലൂടെ സർവീസിലെത്തിയ ധാരാളം പേർ. അതിൽ നിന്ന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആലപ്പുഴ ജില്ല UPST 4ാം റാങ്ക്. അതിനുശേഷം ടീച്ചർ അവിടെ കൊണ്ട് നിർത്തിയില്ല, ടീച്ചർ വീണ്ടും പഠിച്ചു. എന്നിട്ട് മലപ്പുറം ജില്ല HST മാത്സിൽ 1ാം റാങ്കോട് കൂടിയാണ് ടീച്ചർ സർവീസിൽ പ്രവേശിച്ചത്. ടീച്ചർ നിലവിൽ താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭവ്യ ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടീച്ചറുടെ എങ്ങനെയായിരുന്നു പഠിച്ചത്, എങ്ങനെയാണ് നമ്മുടെ ആപ്പിലൂടെ ടീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എന്തെല്ലാമാണ് ടീച്ചർ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ, ഇപ്പോഴെങ്ങനെയാണ് സർവീസിൽ പ്രവേശിച്ച ശേഷമുള്ള കാര്യങ്ങൾ, ഇതിലേക്കൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ടീച്ചർ, നമ്മുടെ ആപ്പിലേക്ക് സ്വാഗതം. താങ്ക് യു. ടീച്ചർ നമ്മുടെ ഒരു ആപ്പിലൂടെ പഠിച്ച് ആദ്യം UPST നേടി. അതിനുശേഷം ടീച്ചർ HSC ഇപ്പൊ HST എന്ന് പറയുന്നത് HSTയിൽ 1ാം റാങ്കോട് കൂടി സർവീസിൽ പ്രവേശിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു ടീച്ചറുടെ വിദ്യാഭ്യാസ കാലഘട്ടം? ടീച്ചർ യഥാർത്ഥത്തിൽ എവിടെയാണ് ടീച്ചറുടെ സ്വദേശം? എങ്ങനെയായിരുന്നു പഠിച്ച കാര്യങ്ങൾ? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം? ചെറുപ്പത്തിൽ തന്നെ ഒരു ടീച്ചർ ആവണം അല്ലെങ്കിൽ ടീച്ചർ എന്നൊരു മോഹം ടീച്ചറുടെ മനസ്സിലേക്ക് എപ്പോഴാണ് വന്നത്? എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളമാണ്. കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടിലുള്ളവരെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തറിയാവുന്നവർ നമ്മുടെ അധ്യാപകരാണല്ലോ. അന്നു മുതൽ ഇന്ന് വരെയും അധ്യാപികയാവണം അല്ലെങ്കിൽ അധ്യാപിക ആയിക്കഴിഞ്ഞും അതേ ആഗ്രഹം ആ ജോലിയോട് എനിക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 7ാം ക്ലാസ് വരെ നമ്മുടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു. പിന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും മുതുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി TKMM കോളേജ് നങ്ങ്യാർകുളങ്ങരയിലായിരുന്നു. അത് കഴിഞ്ഞ് PG ST കോളേജ് ആലപ്പുഴയായിരുന്നു. B.Ed കായംകുളം B.Ed സെന്റർ KUCT കായംകുളത്തായിരുന്നു. പിന്നീട് എപ്പോഴാണ് ടീച്ചർക്ക് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹം ടീച്ചർക്ക് എപ്പോഴായിരുന്നു വന്നു തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താകണമെന്ന് കുട്ടിക്കാലം മുതൽ ചോദിക്കുമ്പോൾ വേറൊന്നും അറിയാൻ വയ്യാത്തോണ്ടാണോന്ന് അറിയത്തില്ല. അന്ന് മുതലേ അധ്യാപിക ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഒരു ഹയർ സെക്കൻഡറി ഒക്കെ ആയപ്പോഴത്തേക്ക് ഹയർ സെക്കൻഡറി മുതൽ ഇങ്ങോട്ടുള്ള അധ്യാപകരെല്ലാം എനിക്കിന്ന് ഈ അധ്യാപിക ആവണം എന്നുള്ളതിന് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള അധ്യാപകരായിരുന്നു. നമ്മുടെ പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. അതിലെനിക്ക് മറക്കാൻ പറ്റാത്തത് എൻ്റെ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ ദീപ ടീച്ചർ, രാജി ടീച്ചർ, പിന്നെ TKMM കോളേജിൽ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ടീച്ചർ ഹെഡൊക്കെ ആയിട്ട് റിട്ടയർഡായി ബിന്ദു ടീച്ചർ. അപ്പൊ അവരെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നതിലുപരി എനിക്ക് അധ്യാപിക ആവണം എന്ന് തന്നെയായിരുന്നു അന്ന് മുതലുള്ള ആഗ്രഹം. ഈ അധ്യാപിക ഇപ്പൊ ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. മുമ്പേ UPST ആയിട്ടും കുറച്ചു കാലം ജോലിയിൽ ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ഈ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അധ്യാപകർ അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് എനിക്ക് അതുപോലെ ഒരു അധ്യാപകരാവണം അല്ലെങ്കിൽ അതുപോലെ ഒരു സർക്കാർ ജീവനക്കാരനാവണം അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ടീച്ചറാണോ നിങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഉദ്യോഗസ്ഥ? ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഗവൺമെന്റ് ജോലിക്കാരും ഇല്ല. അപ്പം ഞാനാണ് ആദ്യത്തെ ഗവൺമെന്റ് ജോലിക്കാരി. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമായിരുന്നു, അത്യാവശ്യമൊക്കെ പഠിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് അവർക്ക് നല്ലതായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഗവൺമെന്റ് ജോലിയിലേക്ക് വരുന്ന ആള് ഞാനാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഇപ്പോ നമ്മുടെ ഒരു പ്രപ്സ്കെയിൽ എന്നുള്ള ഒരു ആപ്പ് UPST ഇതിന് വേണ്ടിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഈ പറയുന്ന ഒരു ആപ്പിലേക്ക് ടീച്ചർ എത്തുന്നത്? അല്ലെങ്കിൽ ധാരാളം വേറെ ചിലപ്പോൾ കോച്ചിങ് സെന്ററിൽ ആദ്യം പോയിട്ടുണ്ടാവാം, അതിനുശേഷമായിരിക്കും ഇങ്ങോട്ട് എത്തുന്നത്. എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ആപ്പിലേക്ക് എത്തുന്നത്? എന്തായിരുന്നു ടീച്ചറെ ആപ്പ് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്? ഞാൻ ആദ്യം ഇതുപോലെ നമ്മൾ പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റ് ആയിട്ട് പോവായിരുന്നു. ഇപ്പൊ ജൂനിയർ ആയിട്ട് പോകുമ്പോൾ 3 ദിവസം പോയാൽ മതി. അപ്പൊ ബാക്കി 2 ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു PSC കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കൊറോണ സമയമായപ്പോഴത്തേക്ക് എങ്ങും പോകാൻ വയ്യ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. ഫേസ്ബുക്കിലാണ് ഇങ്ങനെ സെറ്റ് നെറ്റ് അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കകത്താണ് ഒരു കുട്ടി ഇതുപോലെ UPക്ക് നല്ല കോച്ചിങ് എവിടെ ഉണ്ടെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ കമന്റ് ഇട്ടിരിക്കുന്നു, പ്രപ്സ്കെയിലിന്റെ ക്ലാസ് നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ക്ലാസ് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബയോളജിയുടെ ക്ലാസ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിറ്റാമിൻസിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ സാറ് വളരെ പാടിയൊക്കെ ക്ലാസ് എടുക്കുന്നു. അതൊക്കെ ഓക്കെയാണ്. എനിക്ക് സബ്ജക്റ്റുമായിട്ടേ ഉള്ളൂ വലിയ ടച്ച്, ബാക്കി എൻ്റെ മാത്സുമായിട്ടേ ഉള്ളൂ ടച്ച്. അപ്പൊ അത് ഓക്കെ ആയി. പിന്നെ ഞാൻ ഫിസിക്സിന്റെ ഒരു ക്ലാസ് കണ്ടു. അപ്പൊ എനിക്ക് ഓക്കെ ആയി. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് വിത്തൗട്ട് വീഡിയോ ഡൗൺലോഡിങ് ഓപ്ഷനും ഡൗൺലോഡിങ് ഓപ്ഷനും അങ്ങനെ 2ആയിരുന്നു. അതില് വിത്തൗട്ട് വീഡിയോ ഡൗൺലോഡിങ് ഓപ്ഷനാണ്. അതുമില്ല, കൊറോണ സമയമായി. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഭയങ്കര ഫീസും ആയിരുന്നു ആ സമയത്ത്. ഇത് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയതുകൊണ്ടുകൂടാണ് ഞാനത്
സെലക്ട് ചെയ്തത്. പക്ഷെ സെലക്ട് ചെയ്ത് ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി നാളൊന്നും അത് എന്ന് വെച്ചാൽ അവസാനമായി ജോയിൻ ചെയ്യേണ്ടപ്പോഴത്തേക്ക്. പക്ഷെ അപ്പൊ എനിക്ക് തോന്നി ഇത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. കാരണം എക്സാം ഒക്കെ ക്ലാസ് എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ക്ലാസ് ആയിരുന്നു. അതിലുപരി ഒരു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായാൽ പോലും വിളിച്ചു പറഞ്ഞാല് ഉടനെ തന്നെ ആ ശ്യാം സാർ, അങ്ങനെയാണ് എന്റെ ഓർമ്മ ശരിയാണ്, ശ്യാം സാറാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് സാർ എല്ലാ സപ്പോർട്ടും തന്നെ. എപ്പോ ഒരു ഡൗട്ട് ചോദിച്ചാലും അത് അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ എക്സാം നടത്തുമ്പോൾ ഈ പങ്കെടുത്ത അത്രയും കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പോലെ ആയിരുന്നു. അതൊക്കെ തന്നെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇത്രയും പിള്ളേരിൽ നമ്മള് പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ മനസ്സോടാണല്ലോ പഠിക്കുന്നത്. നമ്മളുടെ പേരാണ് ഒന്നാമത് കിടക്കുന്നത്, അല്ലെങ്കിൽ നാലാമതായി അടുത്ത എക്സാം ആകുമ്പോൾ ഒന്നാമതാവണം, അങ്ങനെ ഒരു രീതിയിൽ. അല്ലാതെ എനിക്ക് PSC അങ്ങനെ കണ്ടിന്യൂസ് പഠിച്ച ഒന്നും ഒരു ഇതില്ല. അങ്ങനെ പഠിച്ചു തന്നെയാണ് നല്ല രീതിയിൽ അത് ക്ലാസ് കണ്ടിന്യൂസ് ഫോളോ ചെയ്തു. എക്സാം എല്ലാം ക്ലാസ് ഇനി മിസ്സായാലും എക്സാം എല്ലാം എഴുതി തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്തു പഠിച്ചു. അങ്ങനെ എനിക്ക് ആദ്യം UPയുടെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റി. അങ്ങനെ ടീച്ചർ എക്സാമുകളിലൂടെയും നമ്മുടെ ക്ലാസ്സിലൂടെയും ഏറ്റവും നന്നായിട്ട് തന്നെ അപ്പിയർ ചെയ്തു. അങ്ങനെ ടീച്ചർക്ക് ഏറ്റവും നല്ലൊരു റാങ്ക് കിട്ടി. ആ റാങ്കിന് ശേഷം ടീച്ചർക്ക് അറിയാം നമുക്ക് എന്തുണ്ടാവും, ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പയോടെ ഉണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂവിനെ ടീച്ചർ എങ്ങനെയായിരുന്നു നേരിട്ടത്? അന്ന് ചോദിച്ച എന്തെങ്കിലും ചോദ്യങ്ങളോ ഓർമ്മയുണ്ടോ? അതുപോലെ അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നോ? എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ? എനിക്ക് സാധാരണ നമ്മളിപ്പോ കൂടി ആരുടെയൊക്കെ എങ്കിലും മുന്നിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ടെൻഷൻ ഉള്ള ആളാണ്. അപ്പൊ ഇന്റർവ്യൂ ബോർഡിന്റെ അടുക്ക ചെന്നപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹോബി എഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് കൺഫ്യൂഷൻ. എല്ലാവരും പറയും ഹോബി എഴുതാൻ പറയുമ്പോൾ ഹോബിക്കകത്തുനിന്ന് ആ ക്വസ്റ്റ്യൻ വരുന്നത്, അതുകൊണ്ട് ചുമ്മാതെ ഹോബി എഴുതെന്ന് പറഞ്ഞ് അന്ന് വെളുപ്പിനെ ആണ് ഞാൻ എഴുതുന്നത്. കുട്ടി കവിതകൾ എഴുതും എഴുതി കൊടുത്തു. അപ്പൊ കുട്ടി കവിതകൾ എഴുതി. ഈ ഹോബിയുടെ കാര്യം ആരോടും പറഞ്ഞില്ല. അവിടെ ചെന്നു, ഇന്റർവ്യൂ ബോർഡ് അത് എടുത്തു. ആദ്യം തന്നെ ആ സാറ് ഇത് ഹോബിയാണ് കണ്ടത്. അപ്പൊ പറഞ്ഞു ടീച്ചർ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടി കവിത വെച്ചിട്ട് ഒരു ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കുട്ടി കവിതയുടെ ഒരു 4 വരി ഓർമ്മയുണ്ടായിരുന്നു. അത് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കോൺഫിഡൻസ് ആയി. സാറിന് നന്നായിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നമുക്കൊരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റി. ഇന്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു 13 മാർക്ക് ഇന്റർവ്യൂവിനുണ്ടായിരുന്നു UPയുടെ. ഈ 13 മാർക്ക് ഇന്റർവ്യൂവിന് നേടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല മാർക്കുകൾ ഒന്നാണല്ലേ. 9 മുതൽ ഏകദേശം ഒരു 13, 14 വരെയൊക്കെ നമ്മൾ മാക്സിമം കൊടുത്ത് കാണാറുള്ളൂ അല്ലേ. അപ്പോ ആ ഇന്റർവ്യൂവിന് 13 മാർക്ക് കിട്ടിയതോടുകൂടി ടീച്ചർക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുന്നോട്ടെത്താൻ പറ്റി. അപ്പോ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നതിന് ശരിക്കും ഇങ്ങനത്തെ ഒരു എക്സാമുകളിൽ വളരെ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ UPയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു, ഇന്റർവ്യൂവിനൊക്കെ ഇനി വിളിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ടീച്ചർക്ക് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പഠിച്ച് റാങ്ക് ലിസ്റ്റ് എത്തിപ്പെട്ടിട്ടാണല്ലോ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു, നമ്മുടെ അറിവ് അവർ പരിശോധിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആ മനോഭാവം, നമ്മളൊരു അധ്യാപികയാവാൻ പോവുക, അതിന്റെ ഒരു രീതിയാണ് അവർ പരിശോധിക്കുന്നത്. അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മളോട് ഇടപഴകുന്നത്. പിന്നെ നമ്മൾ ആരും പറയുന്ന കേൾക്കാതെ, ഇപ്പൊ ഹോബി ചോദിച്ചാലും നമുക്ക് എന്താണോ ഉള്ളത് അത് ഹോബിയായിട്ട് എഴുതാം. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുള്ളൂ. അതിന് അമിതമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത്യാവശ്യം നല്ല മാർക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്റർവ്യൂ. ശരി, അതിനുശേഷം ടീച്ചർ സർവീസിൽ പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ടാണ് UP സ്കൂൾ ടീച്ചറായിട്ടാണ് സർവീസിൽ പ്രവേശിച്ചത്. എങ്ങനെയായിരുന്നു, ഏതായിരുന്നു സ്കൂള്, എന്തായിരുന്നു അവിടുത്തെ ഒരു സർവീസിൽ പ്രവേശിച്ച ശേഷമുള്ള ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിറങ്ങിയപ്പോൾ മുതലേ വർക്ക് ചെയ്യുന്നത്, കുറച്ച് നാൾ CBSE വർക്ക് ചെയ്തു. അപ്പോഴും ഹൈസ്കൂളും +1 +2 ആണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഹയർ സെക്കൻഡറി ഗസ്റ്റ് ആയിട്ടായിരുന്നു സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് ഈ കുഞ്ഞു കുട്ടികൾ, UPയിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളാണല്ലോ, അവരെ നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് വലിയ ശീലമില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ GUPS പാനൂർക്കര എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള തൃക്കുന്നപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ കൊച്ചു കുട്ടികളോടുള്ള ആ അടുപ്പം, ആ കുട്ടികൾക്ക് നമ്മളോടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വലിയ കുട്ടികളെക്കാൾ അവർ ടീച്ചേഴ്സിനോട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അവർ അമ്മമാര് കഴിഞ്ഞാൽ അമ്മമാരെ പോലെ നമ്മളോട് അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെ അവരെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് നടക്കുന്ന പോലെ ഒരു ജോലിയാണ്. അതിൽ വളരെ UPയിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. 7 മാസമേ ജോലി ചെയ്തുള്ളൂ അവിടെ. എന്നാലും നല്ല സ്കൂളായിരുന്നു, നല്ല കുട്ടികളായിരുന്നു, നല്ല അധ്യാപകരുമായിരുന്നു കൂടെ ഉള്ളത്. അങ്ങനെ ടീച്ചർ ആദ്യമായിട്ടൊരു UP സ്കൂൾ ടീച്ചറായിട്ട് സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ചു. അതിനുമുമ്പ് ടീച്ചർ തന്നെ പറഞ്ഞു മുമ്പൊക്കെ ഗസ്റ്റ് അധ്യാപികയായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ആദ്യമായിട്ടൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതുവരെ ഉണ്ടായ ഒരു ജീവിതത്തിൽ നിന്നൊരു മാറ്റം എന്തായാലും ഒരു
സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് വന്നു. അതൊരു സമൂഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒക്കെ ടീച്ചറുടെ രീതിയിൽ ടീച്ചർക്ക് ഒരു നല്ലൊരു മാറ്റമാണ് ഉണ്ടായത്. എന്താണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്തത് അതിന് മുമ്പുണ്ടായിരുന്ന ജീവിതവും അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളും ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായതിനു ശേഷമുള്ള ഒരു കാര്യവും? സമൂഹത്തിൽ ഉണ്ടായ വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ്. കാരണം നമ്മളെ അറിയാത്തവർ പോലും അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞിരുന്നവർ പോലും നമ്മളോട് അത്ര അടുത്ത് ഇടപഴകാത്തവർ പോലും നമുക്കൊരു ഗവൺമെന്റ് ജോലി ഉണ്ടായപ്പം നമ്മളോട് ഭയങ്കര കാര്യമായി എന്ന് പറഞ്ഞാൽ നമ്മളെ അവർ അംഗീകരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ്, ഇപ്പൊ UPയുടെ റാങ്ക് ലിസ്റ്റിന്റെ റാങ്ക് ഒന്നും അവിടെ ആർക്കും അറിയില്ല, എന്നാലും ഞാൻ ജോലി കയറിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അറിയാത്തവരും അതെ അതുവരെ നമ്മളെ അംഗീകരിക്കാത്തവരും ഒക്കെ അവരുടെ ഒക്കെ ഇടയിൽ നമുക്കൊരു നല്ല അംഗീകാരം കിട്ടി. പിന്നെ നമ്മുടെ നമ്മുടെ എല്ലാ രീതിയിലും സാമ്പത്തികപരമായിട്ടായാലും നമുക്ക് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. പ്രത്യേകിച്ചും ആ കൊറോണ സമയത്തൊക്കെ നമ്മൾ അതിന്റെ വില അറിഞ്ഞതുമാണ്. സാധാരണ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ അപേക്ഷിച്ച് നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടായി. ഒരു സർക്കാർ ജോലി നേടാൻ വേണ്ടിയിട്ട് ടീച്ചർ പഠിച്ചു. അപ്പോ നമ്മൾ വെറുതെ പഠിക്കുകയല്ല, അതിനൊപ്പം ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് കൂടി ഇല്ലാതെ ടീച്ചർക്ക് ഒരിക്കലും അതുപോലെ മുന്നിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയായിരുന്നു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട്? ആരായിരുന്നു ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത്? എന്തായിരുന്നു ഒരു പഠിക്കുമ്പോഴുള്ള ഇവരുടെ ഒരു മനോഭാവം, അല്ലെങ്കിൽ കൂടുതൽ എന്തായാലും സപ്പോർട്ട് ചെയ്തു? എങ്ങനെയായിരുന്നു അത് കാര്യങ്ങൾ? ഞങ്ങള് ഈ എക്സാമിന് രണ്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഹസ്ബൻഡും കുഞ്ഞേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഞാൻ BEdന് പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ കല്യാണം. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എന്ത് പഠിക്കാൻ പോയാലും പുള്ളി അതിന് ഫുൾ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും. ജോലി വീട്ടിലെ ജോലി ചെയ്യുന്നതിലായാലും കുട്ടിയുടെ കാര്യം നോക്കുന്നതിലായാലും നീ പഠിച്ചു എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ആള് ഹസ്ബൻഡാണ്. പിന്നെ അമ്മ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കുറച്ച് ജോലിയൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അമ്മ വന്ന് നമുക്കത് ചെയ്തു തരും. അത്രയും സമയം കൂടി ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞപ്പം ഇവർ രണ്ടുപേരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും. എങ്ങനെയായിരുന്നു പഠിക്കുന്ന സമയത്ത് UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ദിവസം ഏകദേശം എത്ര സമയം അതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു? ടീച്ചർ നേരത്തെ പറഞ്ഞു ക്ലാസ് കാണൽ അഥവാ ഒഴിവായാൽ പോലും എക്സാം ഒഴിവാക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എക്സാമിന് ഇതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? കാരണം ആ റാങ്ക് നമുക്കറിയാം, എക്സാം ഹാളിൽ കയറി കഴിഞ്ഞിട്ട് അവിടെയുള്ള ടൈം മാനേജ്മെന്റ് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ എങ്ങനെയായിരുന്നു പഠിച്ചത്? എങ്ങനെയായിരുന്നു ഈ ടൈം മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ? ഈ പഠിച്ചതെന്ന് പറഞ്ഞാല് രാവിലെ, അപ്പോൾ അത് കൊറോണ സമയമായിരുന്നു, വീട്ടിലെല്ലാവരും ഉള്ള സമയമായിരുന്നു. അപ്പം പഠിക്കാനൊക്കെ UP സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ പകല് തന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ രാത്രിയിൽ ഒരു 2 മണിക്കൂർ, നേരെ പുലരുന്നതിന് ഒരു 4 മണിക്കൊക്കെ എണീറ്റ് 2 മണിക്കൂർ അങ്ങനെ തന്നെ പഠിച്ചു. കാരണം നമുക്ക് GK ആയിട്ട് വലിയ ബേസ് ഇല്ല നമുക്ക്. ഇപ്പം ക്വസ്റ്റ്യൻസ് എന്തായാലും UP ആകുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മാത്രം പോരല്ലോ, അതുകൊണ്ട് അതിനങ്ങനെയാ പഠിച്ചത്. പക്ഷെ ഹൈസ്കൂൾ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. കാരണം ഇനി 7 വർഷം, എത്ര വർഷം കഴിഞ്ഞത് വിളിക്കുമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ അത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ അതിന് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പഠിച്ചു എന്ന് പറയേണ്ടി വരും ഹൈസ്കൂളിനാണ്. അപ്പോൾ കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. രാവിലെ അതിന് 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ റെഡിയായി അവനെ ഒരു സൈഡിൽ ഇരുത്തി ഞാനും ഒരു സൈഡിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും. പിന്നെ ലഞ്ച് ബ്രേക്ക് കുറച്ച് സമയം, പിന്നെ വൈകിട്ട് കുറച്ച് സമയം മാത്രമേ ഫ്രീ ആയിട്ട് ഇരിക്കത്തുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഹൈസ്കൂളിൽ ഞാൻ ഒരു ദിവസം മുഴുവനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ബാക്കി അത്രയും സമയം ഇരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്ര ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, എക്സാം ഹോളിലെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്. ഞാൻ ചെയ്യുന്നത് ഏത് PSC എക്സാമിന് പോയാലും എൻ്റെ സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് ഞാൻ മാത്സ് ആണ് അറ്റൻഡ് ചെയ്യാറ്. അത് മാത്സ് കിട്ടാറുമുണ്ട്. പിന്നെ UPയിൽ മാത്സ് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സൈക്കോളജി മലയാളം ടേംസ് വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതൊഴിച്ച് ബാക്കിയല്ല, ആദ്യം മാത്സ് അറ്റൻഡ് ചെയ്യും, പിന്നെ ഞാൻ സയൻസ് അറ്റൻഡ് ചെയ്യും, പിന്നെ ക്വസ്റ്റ്യൻസ് അറിയാവുന്ന നോക്കി അറ്റൻഡ് ചെയ്യും. പിന്നെ ഹൈസ്കൂളിന്റെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സബ്ജക്റ്റാണ് ആദ്യം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം സൈക്കോളജി ആയാലും GK ആയാലും അറ്റൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു രീതിയായിരുന്നു ടീച്ചർ എക്സാം ഹാളിൽ അവലംബിച്ചിരുന്നത്. അങ്ങനെ ടീച്ചർ UP സ്കൂൾ അധ്യാപകയായി. അവിടെ ഏകദേശം 7 മാസത്തോളം വർക്ക് ചെയ്തുള്ളൂ. അപ്പോഴേക്കും ടീച്ചർക്ക് അടുത്ത നിയമനം വന്നു. ടീച്ചർ പറഞ്ഞു ഈ UP സ്കൂൾ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനുശേഷം തന്നെ HSTക്ക് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ടീച്ചർ പറഞ്ഞു? ടീച്ചർ ആലപ്പുഴ സ്വദേശിയാണ്. അപ്പോൾ മലപ്പുറം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനാക്കി വെച്ചത്? മലപ്പുറം ഏത് ജില്ല? ഇപ്പം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം, ആലപ്പുഴ ജില്ലയിൽ വേക്കൻസി കുറവാണെന്ന് പൊതുവെ ഒരു
ഇതുണ്ട്, അത് ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ UP അപ്ലൈ ചെയ്തപ്പോഴേ പലരും പറഞ്ഞു വേക്കൻസി ഉള്ള ജില്ലകൾ നോക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ അന്ന് അങ്ങനെ ഈ കൊറോണ വരുമെന്നോ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അന്ന് അത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഹൈസ്കൂൾ അങ്ങനെയല്ല, നേരത്തെ നിശ്ചയിച്ചു നമുക്ക് ഇതിൽ കയറി പറ്റണം, എന്തായാലും കയറി പറ്റണം. ഇപ്പൊ പുറത്തുള്ള ഒരു ജില്ല എന്നതിൽ നമുക്കൊരു ഇഷ്ടമുള്ള ജില്ലയും പിന്നെ അത് തന്നെയല്ല മലപ്പുറത്ത് ജോലി ചെയ്ത ഒരുപാട് അധ്യാപകരെ എനിക്കറിയാം. അവിടെ പോയാലും നമ്മൾ ഓക്കെയാണ്, നമുക്ക് പറ്റുന്നതാണ്, നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന നാടാണ്. പിന്നെ അവിടെ വെച്ചാൽ വേക്കൻസി ഉള്ളതുകൊണ്ട് ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ല തിരഞ്ഞെടുത്തത്. അപ്പൊ ടീച്ചർ UPSTക്ക് ശേഷം HSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. മലപ്പുറം ജില്ലയിൽ ടീച്ചർ HST ഏറ്റവും കടുത്ത മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ലയിൽ 1ാം റാങ്ക് നേടി മാത്സിൽ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ മാത്സ് എന്ന് പറയുന്നതിൽ ടീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പിന്നെ നമ്മുടെ ആപ്പിലൂടെ തന്നെയായിരുന്നു ടീച്ചർ ആ പറയുന്ന HST എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തത്. എങ്ങനെയായിരുന്നു പഠന രീതികളും കാര്യങ്ങളും ഒക്കെ? ഇപ്പൊ ക്ലാസിന്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ബേസ് മുതൽ എടുത്തു തരുന്ന ക്ലാസ്സുകളായിരുന്നു. ഇതിൽ ഫാസിൽ സാറായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ക്ലാസ്സുകൾ എടുത്തിരുന്നത്, മാത്സിന്റെ ക്ലാസ് എടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാന ലെവൽ മുതൽ ഏകദേശം ഡിഗ്രി വരെയുള്ള പോർഷൻസ് തന്നെ എടുത്ത് തന്നിരുന്നു. പിന്നെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊച്ചു കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചു തന്നിരുന്നു. പിന്നെ അതും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സുകളിൽ ചിലപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ അതിന്റെ ആൻസർ കിട്ടും. അത്തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു. പിന്നെ വീണ്ടും എടുത്തു പറയേണ്ടത് എക്സാം സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ക്ലാസ് പോലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു സാറിനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. അതും വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ സഹായകമായത്. പിന്നെ ആ ക്ലാസ്സിനനുസരിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തു. ഇതുപോലെ എക്സാമുകൾ ഉണ്ടായിരുന്നു. ഓരോ പോർഷൻസ് വരും, കറക്റ്റായിട്ട് കൃത്യമായിട്ട് ആ പോർഷൻസ് പഠിക്കുക, ആ പോർഷൻസിനനുസരിച്ച് എക്സാം എഴുതുക. അപ്പോഴും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേരെവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഇതിൽ കൂടുതൽ ഇത്രയും ഈ അടുത്ത് 1ാമത്തെ റാങ്കിലോട്ട് എത്തിക്കാൻ കാരണം അത് തന്നെയാണ്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്തു. ഇപ്പോ ഈ HST മാത്സ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതോടൊപ്പം ജനറൽ ടോപ്പിക്സ് വരുന്നുണ്ട്, സൈക്കോളജി പോലെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്താൻ പറ്റൂ എന്നാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഓരോ ഭാഗത്തിനും എത്രത്തോളം പ്രാധാന്യം കൊടുത്താണ് പഠിച്ചത്? മാത്സ് പോലെ തന്നെ പ്രാധാന്യം കൊടുത്താൽ സ്റ്റാറ്റും പഠിച്ചത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞങ്ങൾക്ക് മാത്സിനോടൊപ്പം സാറിന്റെ ക്ലാസ്സിനോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സും, സാറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, സ്റ്റാറ്റിസ്റ്റിക്സും അതിനോടൊപ്പം തന്നെ. എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സുകാരായതുകൊണ്ട് മാത്സ് കൂടുതൽ, അങ്ങനെയല്ല, മാത്സും സ്റ്റാറ്റും ഒരുപോലെ ഞങ്ങൾക്ക് ക്ലാസ് വരുന്നുണ്ടായിരുന്നു. അതും ഡിഗ്രി ലെവൽ വരെയുള്ള സ്റ്റാറ്റ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം സ്റ്റാറ്റൊക്കെ ഞാൻ വേറെ എങ്ങും നോക്കിയിട്ടില്ല. സ്റ്റാറ്റ് ഫുള്ള് നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് മാത്രം കിട്ടിയതാണ്. പിന്നെ മാത്സ് നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സ്റ്റാറ്റും ഇതിനോടൊപ്പം ഈ മാത്സിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സ്റ്റാറ്റിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. സ്റ്റാറ്റിന് വേറെ തന്നെ നോട്ട് എഴുതി അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചെടുത്തു സ്റ്റാറ്റ്. ജനറൽ ടോപ്പിക്കുകളുടെ കാര്യം എങ്ങനെയായിരുന്നു? ജനറൽ ടോപ്പിക്ക് UPയുടെ പഠിച്ചപ്പോഴേ നമുക്ക് സൈക്കോളജിയിൽ, എനിക്ക് സൈക്കോളജി അത്ര വലിയ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ UPയുടെ സൈക്കോളജി ക്ലാസ്സുകൾ അതിന് ഒരുപാട് നമുക്ക് ഉപകാരമായിട്ടുണ്ട്. അന്നേ എഴുതി വെച്ച നോട്ട്സ്, പിന്നെ അത് മലയാളം ടേംസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ എഴുതി വെച്ച നോട്ട്സ്, അതും ഇത് UPയുടെ പ്രപ് സ്കെയിലെ സൈക്കോളജി ക്ലാസ് അവസാനമൊക്കെ ആദ്യം ഞങ്ങൾക്ക് ഒരു സാർ എടുത്തിരുന്നു. പിന്നെ നമുക്ക് എക്സാം ഒക്കെ അനുബന്ധിച്ച് ബാലകൃഷ്ണ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉപകാരപ്പെട്ടു. പിന്നീട് HST ടീച്ചർ എക്സാം കഴിഞ്ഞു. അതിനുശേഷവും ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു HSTയുടെ ഇന്റർവ്യൂ? UPയുടെ ഇന്റർവ്യൂയുടെ കാര്യം ടീച്ചർ പറഞ്ഞു. എങ്ങനെയായിരുന്നു HSTയുടെ ഇന്റർവ്യൂവും അതിന്റെ ചോദ്യങ്ങളും കാര്യങ്ങളും? എത്ര മാർക്ക് കിട്ടി? എങ്ങനെയെല്ലാമായിരുന്നു? എനിക്ക് HSTയുടെ ഇന്റർവ്യൂവിനും മാക്സിമം മാർക്ക് പോയിരിക്കുന്ന HSTയുടെ ഇന്റർവ്യൂവിന് 13. HSTയുടെ ഇന്റർവ്യൂവിന് എനിക്ക് 13 മാർക്കുണ്ട്. പിന്നെ UPയുടെ ഇന്റർവ്യൂവിന്റെ അത്ര ഒരു ടെൻഷനൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ അതേ സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ പ്രധാന പദ്ധതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ ബോർഡ് വളരെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഇന്റർവ്യൂ ബോർഡായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആത്മവിശ്വാസത്തോട് ഉത്തരം പറയാൻ പറ്റി. അങ്ങനെ 13 മാർക്ക് എനിക്ക് HST ഇന്റർവ്യൂവിന് കിട്ടി. അങ്ങനെ 13 മാർക്ക് കിട്ടി. അതുകൂടി റാങ്ക് ലിസ്റ്റിൽ ടീച്ചർ 1ാം സ്ഥാനത്ത് എത്താൻ പറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ UPSTയുടെ പോലെ തന്നെ HST ഇന്റർവ്യൂവിനും ഏറ്റവും ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇന്റർവ്യൂവിന് നമ്മുടെ എക്സാം പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഇന്റർവ്യൂവിന്. പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ആ അമിത ടെൻഷന്റെ ആവശ്യമില്ല. എക്സാം പോലെ തന്നെയാണ്. കാരണം ഇന്റർവ്യൂവിന് മാർക്ക് ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ റാങ്ക് ലിസ്റ്റിൽ അത്രയും മുന്നോട്ടോ പുറകോട്ടോ ആകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർവ്യൂ. പിന്നെ നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുക. അങ്ങനെ HST റാങ്ക് ലിസ്റ്റ് വന്നു. 1ാം റാങ്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ 7 മാസത്തെ UPST ജീവിതത്തിന് ശേഷം ഇങ്ങനെ കുറച്ചുകൂടി ഒരു ഉയർന്ന ജോലിയിലേക്ക് കുറച്ചുകൂടി വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. എങ്ങനെയായിരുന്നു ഒരു പുതിയ സ്കൂളിൽ വന്നപ്പോഴുള്ള അനുഭവങ്ങൾ, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളായപ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന നമ്മുടെ ഒരു സ്ലാങ്ങിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ചില ടേംസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ കുട്ടികൾ ചിരിക്കുമായിരുന്നു ആദ്യമൊക്കെ. അതുപോലെ ചില ടേംസ് ഒക്കെ അവർ പറയുമ്പോൾ നമുക്കും ചിരി വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളത് അവരുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി. വളരെ സ്നേഹമുള്ള അതാണ്. നമ്മൾ വേറെ നമ്മുടെ നാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ സ്നേഹമുള്ള കുട്ടികളാണ്. അപ്പൊ വളരെ നമ്മുടെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷമാണ്. ഈ ജോലിയിൽ നമ്മുടെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ ടീച്ചർ ഇപ്പോ മലപ്പുറം ജില്ലയിൽ ആണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചറുടെ സ്വദേശം ആലപ്പുഴയാണ്. മറ്റൊരു ജില്ലയിൽ വന്നിട്ടാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ആദ്യം ആലപ്പുഴ ജില്ലയിൽ തന്നെ UPST ആയി പ്രവേശിച്ചിരുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ്. ഇങ്ങനെ മറ്റൊരു ജില്ലയിൽ അപേക്ഷിക്കുന്ന ധാരാളം പേരുണ്ട്. ഇവരോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? അത് നല്ലതാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് ടീച്ചറുടെ അഭിപ്രായം? മറ്റൊരു ജില്ലയിൽ അപേക്ഷിക്കുന്നവരോട് പറയാനുള്ളത്, ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പൊ അതിന് നമ്മൾ വേറൊരു ജില്ല ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ വേറൊരു ജില്ലയിൽ വന്ന് നിൽക്കുമ്പോഴാണ് അതെ ആ നാടിന്റെ സ്നേഹം അത് നമുക്ക് കിട്ടുന്നു. പിന്നെ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഇല്ലേന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട് വിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. അതിനുവേണ്ടി ജില്ല മാറി അപേക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ടീച്ചർ ഇപ്പോ UP കഴിഞ്ഞു, HSAയിലേക്ക് എത്തി. അപ്പോ ചിലവർ പറയാറുണ്ട്, UP പഠിച്ചു, എനിക്കത് കിട്ടിയില്ല, ഇനി എങ്ങനെ എനിക്ക് HSA കിട്ടും അല്ലെങ്കിൽ HST കിട്ടും? അപ്പൊ ടീച്ചർ ഇപ്പൊ UP കിട്ടി, അതിനുശേഷം HST കിട്ടി. ഈ UP പഠിക്കുന്നതിനാണോ, UP സ്കൂൾ ടീച്ചർ എക്സാം ഏറ്റവും നല്ല റാങ്ക് വാങ്ങാനാണോ, അതോ ഹൈസ്കൂൾ ടീച്ചർ റാങ്ക് വാങ്ങാനാണോ കൂടുതൽ ബുദ്ധിമുട്ടിയത്? ഏതാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പമായി തോന്നിയത്? ഏതാണ്? നമുക്ക് സബ്ജക്ട് അറിയാവുന്നവരെ സംബന്ധിച്ച് നമ്മളൊരു ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് പഠിക്കുന്ന തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ല തറവ് നോളജ് ഉണ്ടെങ്കിൽ അതായിരിക്കും കിട്ടാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ട് UP കിട്ടിയില്ല എന്ന് കരുതി HSA കിട്ടാതിരിക്കുമെന്ന് ചോദിച്ചാൽ അതിനവിടെ പ്രസക്തിയില്ല. UP ആകുമ്പോൾ ഒരു സബ്ജക്റ്റ് ആയിട്ടല്ലല്ലോ ചോദിക്കുന്നത്, അല്ലെ? പിന്നെ അതുപോലെ കോമൺ അതിൽ ഒരുപാട് GK വരുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട്, സയൻസ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതുകൊണ്ട് UPയേക്കാൾ സബ്ജക്റ്റിനോട് അടുപ്പമുള്ളവർക്ക് HSA കിട്ടാൻ തന്നെയാണ്. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ HSA കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു UP റാങ്ക് ലിസ്റ്റിൽ വന്നില്ല എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തുന്നതിനോട് ടീച്ചർക്കൊട്ടും യോജിപ്പില്ല. കൂടുതൽ നന്നായി പഠിക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞിരുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഈ PSC പഠിക്കാൻ ഇറങ്ങിക്കഴിയുന്നവരോട്, ഇപ്പൊ PSC പഠിക്കാതെ, ഇപ്പൊ ഞാനൊക്കെ PSC പഠിക്കാതെ പഠിച്ച സമയം മുതലേ ഓരോരുത്തർക്ക് ജോലിയിൽ തന്നെയായിരുന്നു. CBSE പോയി പിന്നെ ഗസ്റ്റ് ആയിട്ട് പോകുന്നു. പക്ഷെ നമ്മൾ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കിട്ടിയില്ലെന്ന് കരുതി, രണ്ട് കിട്ടിയില്ലെന്ന് കരുതി ഒന്നും നിർത്തരുത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ എവിടെയെങ്കിലും നമുക്ക് കിട്ടും. ഇന്ന് UP അല്ലെങ്കിൽ അടുത്തത് നമുക്ക് കിട്ടും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മെയിൻ ലിസ്റ്റിൽ കയറാതെ നമ്മളത് നിർത്തുന്നത് കൊണ്ട് കാര്യമില്ല. ടീച്ചർ നേരത്തെ പറഞ്ഞു, ഈ എക്സാമിന് പഠിക്കുന്ന സമയത്ത് മോൻ ചെറിയ ആളായിരുന്നു, 1ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മോനെ നോക്കണം, അല്ലെങ്കിൽ മോന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ടീച്ചർ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കൂടി ആ ഒരു സമയത്ത് മാനേജ് ചെയ്യാൻ സാധിച്ചത്? അപ്പം നമുക്ക് ഇപ്പൊ പഠിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടിയായിട്ട് പഠിച്ചപ്പോൾ ഉള്ള അവസ്ഥയല്ലല്ലോ. ഒരു കുടുംബം ആയിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അപ്പൊ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് അതിന് ഒരു വലിയ ഘടകമാണ്. അത് എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പൊ ഒരു ദിവസം നമ്മൾ കുറച്ച് ഇന്നാണെങ്കിൽ സ്പെഷ്യൽ ഒന്നും ഇല്ല, അല്ലെ, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ എനിക്കൂടെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഹസ്ബൻഡാണ്. അതുപോലെ കുട്ടിയുടെ കാര്യമായാലും കുട്ടിയും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അവൻ ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ സെറ്റാക്കി കൊടുക്കും. പിന്നെ ഇടയ്ക്ക് നമ്മളെ ശല്യപ്പെടുത്തത്തേ ഇല്ല. പിന്നെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ന ബുക്ക് എടുത്തുകൊണ്ട് പോകും. ബുക്കിന്റെ പേരൊന്നും അറിയത്തില്ല, ഫ്രണ്ട് കവർ പേജിന്റെ ആളുടെ പേര് പറഞ്ഞാൽ പുള്ളി അത് എനിക്ക് എടുത്തുകൊണ്ട് തരും, കുട്ടിയായാലും. അപ്പോൾ അങ്ങനെ അവരച്ഛനും മോനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ബാലൻസിങ് കൂടി ഉള്ളതുകൊണ്ടാണ് ടീച്ചർക്ക് ഇപ്പൊ ഏറ്റവും നല്ലൊരു റാങ്കിൽ എത്താൻ സാധിച്ചത്, അല്ലേ? ഈ HSA എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു സിലബസ് ആണ് മുന്നിലുള്ളത്. അതിൽ മാത്സ് ആണ് ടീച്ചറുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ചില ഭാഗങ്ങൾ വളരെ എളുപ്പം ടീച്ചർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പഠിക്കുന്ന സമയം മുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. ചില ഭാഗങ്ങളോട് അത്ര ഒരു താല്പര്യമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതിന് സാധാരണ രീതിയിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടാവും പഠിക്കുന്നുണ്ടാവുക, അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു ആ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെ ടീച്ചർ ഓവർകം ചെയ്ത്? അതിനെന്തെങ്കിലും ഒരു മെത്തേഡുകളോ ഷോർട്ട് കട്ടുകളോ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് കൂടുതൽ സമയം എടുത്ത് വർക്ക് ചെയ്യായിരുന്നു? എങ്ങനെയായിരുന്നു? നമ്മൾ ഈ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്നത് ഒരു വലിയ തിയറം പഠിക്കുന്നു, അല്ലെ? അത് അതുപോലെ എഴുതുന്നു. പക്ഷെ നമ്മളൊരു മത്സര പരീക്ഷയിൽ
ഇത്ര മിനിറ്റ് കൊണ്ട് അതിന് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അത് ഈ പറയുന്ന ഷോർട്ട് കട്ടുകളെല്ലാം അന്നന്ന് തന്നെ ഒരു പേപ്പറിൽ നോട്ടായിട്ട് എഴുതി വെക്കും. എന്നിട്ട് എക്സാം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-25 പേജിന് അപ്പുറത്തേക്കുണ്ടായിരുന്നു. എന്നും ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതെടുത്ത് വെച്ച് വായിക്കും. കാരണം ഈ ഷോർട്ട് കട്ടുകൾ പഠിച്ച് വലിയ ശീലവും ഇല്ലാത്തവരാ, ഈ തിയറം മാത്രം പഠിക്കുന്നു അങ്ങനെയുള്ളവരാ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ആ ക്വസ്റ്റ്യനെ നേരിടാൻ വേണ്ടി ഒരു ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കുന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഷോർട്ട് കട്ട് എന്താണോ അത് ഓരോ ദിവസവും എഴുതി പേപ്പറിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും എടുത്ത് വെച്ച് ഇത് മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് റിയൽ ആയിരുന്നു. ആ ഭാഗമെല്ലാം ക്ലാസ്സുകൾ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുത്ത് കുറച്ചുകൂടെ മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പിന്നെ ഏതെങ്കിലും ഒക്കെ എവിടെ ഒരു HSA മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഏതൊരു ഇതിൽ വന്നാലും അപ്പൊ തന്നെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ ടീച്ചർ ഇപ്പൊ പറഞ്ഞു ഈ ഒരു HSAയുടെ ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എങ്ങനെയായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മോഡൽ എക്സാംസ് ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു എക്സാമിൽ? പ്രീവിയസ് ക്വസ്റ്റ്യൻ കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു HSA എക്സാം എഴുതാൻ പോവുക. നമ്മൾ ജനറൽ PSC എഴുതിയിട്ടുണ്ട്, UP എഴുതിയിട്ടുണ്ട്. പുതുതായിട്ട് ഒരു HSA എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നേരത്തെ എങ്ങനെയാണെന്ന് അറിയാൻ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യണം. പിന്നെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അത് അതുപോലെ ചോദിച്ചില്ലെങ്കിലും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. അത് എവിടെ കിട്ടുന്നോ അതെല്ലാം എടുത്തു വെച്ച് പഠിക്കുക. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആപ്പിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നോട്ട് ചെയ്യില്ല. ചിലതൊക്കെ ക്വസ്റ്റ്യൻസിന് ഷോർട്ട് കട്ട് കാണും. അപ്പൊ ഈ ആപ്പിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിത് 2, 3, 4 മിനിറ്റ് എടുത്ത് ചെയ്യുന്നത് താഴെ ഉണ്ടായിരിക്കും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് 1, 2 മിനിറ്റ് എടുക്കാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ ഈ മോഡൽ ക്വസ്റ്റ്യനും പ്രീവിയസും ഒക്കെ ചെയ്തത് എക്സാം ഹാളിൽ ധാരാളം ടീച്ചർക്ക് സമയം മാനേജ് ചെയ്യാൻ ധാരാളം ഉപകാരപ്പെട്ടു. അങ്ങനെയല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും. HSA നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിലേക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല എനർജിയോടെ നല്ല ആത്മവിശ്വാസത്തോടെ ഒക്കെ ആയിരിക്കും. കുറച്ച് കഴിയും തോറും നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കാലം മുഴുവൻ ആ ഒരു ആദ്യം ഉണ്ടായ അതേ മോട്ടിവേഷനോടെ അതേ എനർജിയോടെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു? അതോ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആയി പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആദ്യം നമ്മളിപ്പോ HSAയുടെ എക്സാമിന് അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്ക് UPയുടെ HSAയുടെ എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ തുടക്കത്തിലുള്ള ഒരു ആവേശത്തോടെ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആർക്കായാലും മടുക്കുമല്ലോ. അപ്പോഴെല്ലാം ഈ കൊറോണ സമയത്ത് സത്യത്തിൽ ഒരു സർക്കാർ ജോലിയുടെ വില അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കൊറോണ സമയത്ത് നമ്മൾ അറിഞ്ഞതാണ് ഒരു സർക്കാർ ജോലിയുടെ വില എന്താണ്. അത് തന്നെ ഓർത്തോർത്ത് തന്നെ, കാരണം ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പം പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ ജോലി വേണം. എനിക്ക് UPയുടെ ലിസ്റ്റ് അപ്പോൾ വന്നിട്ടില്ല. പിന്നെ UPയിൽ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ ജനറൽ PSC പഠിക്കുന്നവരും എല്ലാം എടുക്കുന്നതുകൊണ്ട് നമ്മുടെ സബ്ജക്ട് മാത്രം അല്ലാത്തത് കൊണ്ട് എത്രാമത്തെ റാങ്ക് കിട്ടുമെന്നോ നമുക്ക് കൃത്യമായിട്ട് ജോലി കിട്ടുമെന്നോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വ്യക്തമായ ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡൗൺ ആയാലും അല്ല നമുക്കിത് വേണം, എങ്ങനെയെങ്കിലും നമുക്ക് HSA കയറി പറ്റണം എന്നൊരു ആവേശത്തോടാണ് ആ ഒരു വർഷവും പഠിച്ചത്. പിന്നെ എക്സാം മാറ്റി വെച്ചായിരുന്നു ഇടയ്ക്ക്. അപ്പൊ മാറ്റി വെക്കുമ്പോൾ സാധാരണ മാറ്റി വെക്കുമ്പോൾ അത്രയും കൂടെ പഠിക്കാമല്ലോ എന്നൊരു ആവേശത്തോടു കൂടി തന്നെ അവസാനം വരെയും പഠിച്ചു. എക്സാമിന്റെ തലേദിവസം വരെയും ആ തുടക്കത്തിലുള്ള അതേ ആവേശത്തോടു കൂടി പഠിച്ച ഒരേ ഒരു പരീക്ഷ, അതാണ് HSA എക്സാം. ടീച്ചർ പഠിക്കുന്ന സമയത്ത് HSA നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിലേക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇനി വരുന്ന എക്സാമുകളിൽ അത്രത്തോളം സമയമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ സമയം ഉണ്ടാവും എന്ന് കരുതി പ്രിപ്പറേഷൻ കുറച്ച് മെല്ലെയാക്കുന്ന ആൾക്കാരും ഇപ്പൊ ഉണ്ടായിരിക്കാം, നന്നായി പഠിക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് HST എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ടീച്ചർക്ക് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ 1ാം റാങ്ക് കിട്ടിയ ഒരാൾ പഠിച്ചൊരു മെത്തേഡിലൂടെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ടീച്ചർക്ക് എന്താണെന്ന് പറയാനുള്ളത്? ഉപദേശം എന്ന നിലയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യം പഠിച്ചാലും പഠിച്ചത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ പഠിച്ച അത്രയും ഭാഗം ഉറപ്പിച്ച ശേഷം പുതിയത് പഠിക്കുക. ആ പുതിയത് പഠിക്കുന്നതിനോടൊപ്പം പഴയത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്റെ സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു ഫോർമുല പഠിച്ചാൽ നമുക്കൊരു മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ആ ഫോർമുലയിൽ എവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് നമുക്ക് പോകും. അതുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഷോർട്ട് കട്ട് ഉള്ളത് സെപ്പറേറ്റ് എഴുതി വെച്ച് തന്നെ വീണ്ടും 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 മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ എക്സാമിനോടുള്ള പേടി മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഈ 1ാം റാങ്ക് കിട്ടുന്നതിൽ ഫാമിലിക്ക് ഉണ്ടായിരുന്ന പങ്ക് വളരെ വലിയൊരു പങ്കാണ്. അതായത് ടീച്ചർ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു, എല്ലാ രീതിയിലും വേണ്ട പിന്തുണകൾ നൽകി. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള പിന്തുണകളൊന്നും കിട്ടുന്ന അവസ്ഥയായിരിക്കില്ല. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയോട് ടീച്ചർക്ക് എന്താണെന്ന് പറയാനുള്ളത്? അങ്ങനെ
അങ്ങനെ പിന്തുണ കിട്ടുന്നില്ല എന്ന് പോലും പറയരുത്. കാരണം അത്രയും പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജോലിയല്ല, അത് നമ്മുടെ കുടുംബത്തിന്റെ സ്വത്താണ് അവരുടെ ആ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്തുണ കൊടുക്കാതിരിക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും പിന്തുണ ആ പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് കൊടുക്കണം. പിന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് ആ ജോലിയുടെ പ്രായം കഴിഞ്ഞിട്ടോ ആ ജോലിയുടെ എക്സാം കഴിഞ്ഞിട്ടോ പിന്നെ അത് കൊടുത്തോണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അവരൊരു മെയിൻ ലിസ്റ്റിൽ എത്തട്ടെ, ഒരു ജോലി ഉറപ്പാക്കുന്നിടം വരെ കുടുംബത്തിന്റെ പിന്തുണ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ മാത്രമേ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ടീച്ചർ UP സ്കൂൾ ടീച്ചർ 4ാം റാങ്ക് നേടി, ഹൈസ്കൂൾ ടീച്ചർ 1ാം റാങ്ക് നേടി, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ടീച്ചർ ഈ പറഞ്ഞ 2 എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഈ ആപ്പിലൂടെ പഠിച്ച് ഏറ്റവും നല്ല റാങ്കിലെത്തിയ ഭവി ടീച്ചർക്ക് ഭാവി ജീവിതത്തിലെ എല്ലാ ആശംസകളും, ഔദ്യോഗിക ജീവിതത്തിലെ എല്ലാ ഉയരങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു.